ലൈംഗികാതിക്രമ കേസിൽ പി.ടി. കുഞ്ഞുമുഹമ്മദിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഉടൻ പരിഗണിക്കും. കേസിൽ പോലീസ് റിപ്പോർട്ട് തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. പരാതിയിൽ പ്രഥമദൃഷ്ട്യാ കഴമ്പുണ്ടെന്നും CCTV ദൃശ്യങ്ങളടക്കം തെളിവായുണ്ടെന്നും പോലീസ് പറയുന്നു. സിജോ വി ജോൺ ചേരുകയാണ്. സിജോ, പോലീസിന്റെ റിപ്പോർട്ട് പി.ടി. കുഞ്ഞുമുഹമ്മദിന് തിരിച്ചടിയാകാനല്ലേ സാധ്യത? വലിയ തിരിച്ചടിയാകാൻ തന്നെയാണ് സാധ്യതയുള്ളത്. കാരണം ഈ പരാതിയിൽ പ്രഥമ ദൃഷ്ട്യാ തന്നെ കഴമ്പുണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ ഇപ്പോഴത്തെ കണ്ടെത്തൽ. ഇതുമായി ബന്ധപ്പെട്ട് CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിക്കുകയും ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ ഇവർ താമസിച്ചിരുന്ന ഹോട്ടലിലെ രേഖകളൊക്കെ പരിശോധിച്ചു. അപ്പോൾ ഇവർ രണ്ടുപേരും ഇവർ പറയുന്ന സമയത്ത് ആ ഹോട്ടലിൽ ഉണ്ടായിരുന്നു എന്നുള്ളതും ഈ പി.ടി. കുഞ്ഞുമുഹമ്മദിന്റെ മുറിയിലേക്ക് ഈ പരാതിക്കാരിയായിട്ടുള്ള ചലച്ചിത്ര പ്രവർത്തകർ കയറി പോകുന്നത് ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങളുണ്ട് എന്നുള്ളതുമാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പരാതി നിലനിൽക്കുന്നതാണ് എന്നുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് കേസെടുത്തതിന് പിന്നാലെ പി.ടി. കുഞ്ഞുമുഹമ്മദ് മുൻകൂർ ജാമ്യത്തിനായി കോടതിയെ സമീപിച്ചത്. അതിനുശേഷമാണ് കോടതി റിപ്പോർട്ട് ആവശ്യപ്പെടുകയും ചെയ്തത്. എന്തായാലും അല്പസമയത്തിന് തന്നെ പി.ടി. കുഞ്ഞുമുഹമ്മദിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കും.